നിങ്ങൾ പാപങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റ് നിങ്ങളിൽ സംഭവിച്ചു പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു ബലായിൽ നിങ്ങൾ പെട്ടുപോയാൽ ഫസ്തതിറൂ, നിങ്ങൾ മറപിടിക്കണം. ആ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ ആരെയും പറഞ്ഞറിയിക്കരുത്. ആ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയരുത്. ഇസ്ലാമിൽ കുമ്പസാരമില്ല, ആരോടും കുമ്പസരിക്കേണ്ടതില്ല. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഓരോ മനുഷ്യൻ്റെയും ഡിഗ്നിറ്റി അള്ളാഹു കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മൾ കുമ്പസരിക്കുക ആരോട്? അള്ളാഹു ജല്ല ജലാലുവിനോട്. ഒരു ഉസ്താദിനോട്, ഒരു തങ്ങളോടും ആരോടും പോയിട്ട് ഞാൻ എന്നെ തെറ്റ് ചെയ്തു, തെറ്റിൻ്റെ വിശദീകരണം കൊടുക്കാൻ പാടില്ല. മസ്അല അറിയേണ്ടതുണ്ട്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നല്ലാതെ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു, ഇങ്ങനെ എന്നോടൊക്കെ സംസാരിക്കാൻ പറയിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അത് പുറത്തു തരും, നിങ്ങൾ വിഷയം പറയും, വേറെ എന്താ വിഷയം ചെയ്യും. കാരണം അത് ഡീറ്റെയിൽസ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന്? ഫസ്തതിറൂ ഇദാ ബുലീതും ബിൽ മആസി, തെറ്റുകളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ ഫസ്തതിറൂ, നിങ്ങളത് സ്വകാര്യമായിട്ട് വെക്കണം. അത് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയതാണ്. ഫസ്തതിറൂ, സിത്ർ പാലിക്കണം, നിങ്ങൾ മറപാലിക്കണം. നിങ്ങളൊരിക്കലും പബ്ലിസൈസ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ചെയ്ത തെറ്റിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് പബ്ലിസൈസ് ചെയ്യുന്നത് വേറൊരു തെറ്റാണ്. ചെയ്ത തെറ്റിനേക്കാളും ഗുരുതരമാണ് മുജാഹറത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്, എൻ്റെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ. മുജാഹിരീൻ, ജഹർ, മുജാഹിരീങ്ങൾക്കൊഴികെ. ഇപ്പൊ പറഞ്ഞു, തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ നബിയെ മുജാഹിറൂൻ? ഇപ്പൊ പറഞ്ഞു, അവർ തെറ്റ് ചെയ്തത് അള്ളാഹു ആരെയും അറിയിക്കാതെ മറച്ചു വെച്ചിരുന്നു, പക്ഷേ അവരായിട്ടത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ നീ തെറ്റ് ചെയ്തടാ എന്ന് പറയുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്താൽ പുറത്തു കൊടുക്കൂട്ടോ? തൗബ ചെയ്യാതെ തന്നെ അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. ആ ഒരു മാപ്പ് ഇത്തരക്കാർക്കൊന്നും ലഭിക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ പാപങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റ് നിങ്ങളിൽ സംഭവിച്ചു പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു ബലായിൽ നിങ്ങൾ പെട്ടുപോയാൽ ഫസ്തതിറൂ, നിങ്ങൾ മറപിടിക്കണം. ആ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ ആരെയും പറഞ്ഞറിയിക്കരുത്. ആ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയരുത്. ഇസ്ലാമിൽ കുമ്പസാരമില്ല, ആരോടും കുമ്പസരിക്കേണ്ടതില്ല. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഓരോ മനുഷ്യൻ്റെയും ഡിഗ്നിറ്റി അള്ളാഹു കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മൾ കുമ്പസരിക്കുക ആരോട്? അള്ളാഹു ജല്ല ജലാലുവിനോട്. ഒരു ഉസ്താദിനോട്, ഒരു തങ്ങളോടും ആരോടും പോയിട്ട് ഞാൻ എന്നെ തെറ്റ് ചെയ്തു, തെറ്റിൻ്റെ വിശദീകരണം കൊടുക്കാൻ പാടില്ല. മസ്അല അറിയേണ്ടതുണ്ട്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നല്ലാതെ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു, ഇങ്ങനെ എന്നോടൊക്കെ സംസാരിക്കാൻ പറയിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അത് പുറത്തു തരും, നിങ്ങൾ വിഷയം പറയും, വേറെ എന്താ വിഷയം ചെയ്യും. കാരണം അത് ഡീറ്റെയിൽസ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന്? ഫസ്തതിറൂ ഇദാ ബുലീതും ബിൽ മആസി, തെറ്റുകളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ ഫസ്തതിറൂ, നിങ്ങളത് സ്വകാര്യമായിട്ട് വെക്കണം. അത് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയതാണ്. ഫസ്തതിറൂ, സിത്ർ പാലിക്കണം, നിങ്ങൾ മറപാലിക്കണം. നിങ്ങളൊരിക്കലും പബ്ലിസൈസ് ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ചെയ്ത തെറ്റിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് പബ്ലിസൈസ് ചെയ്യുന്നത് വേറൊരു തെറ്റാണ്. ചെയ്ത തെറ്റിനേക്കാളും ഗുരുതരമാണ് മുജാഹറത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്, എൻ്റെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ. മുജാഹിരീൻ, ജഹർ, മുജാഹിരീങ്ങൾക്കൊഴികെ. ഇപ്പൊ പറഞ്ഞു, തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ നബിയെ മുജാഹിറൂൻ? ഇപ്പൊ പറഞ്ഞു, അവർ തെറ്റ് ചെയ്തത് അള്ളാഹു ആരെയും അറിയിക്കാതെ മറച്ചു വെച്ചിരുന്നു, പക്ഷേ അവരായിട്ടത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ നീ തെറ്റ് ചെയ്തടാ എന്ന് പറയുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്താൽ പുറത്തു കൊടുക്കൂട്ടോ? തൗബ ചെയ്യാതെ തന്നെ അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. ആ ഒരു മാപ്പ് ഇത്തരക്കാർക്കൊന്നും ലഭിക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ പാപങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റ് നിങ്ങളിൽ സംഭവിച്ചു പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു ബലായിൽ നിങ്ങൾ പെട്ടുപോയാൽ ഫസ്തതിറൂ, നിങ്ങൾ മറപിടിക്കണം. ആ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ ആരെയും പറഞ്ഞറിയിക്കരുത്. ആ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയരുത്. ഇസ്ലാമിൽ കുമ്പസാരമില്ല, ആരോടും കുമ്പസരിക്കേണ്ടതില്ല. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഓരോ മനുഷ്യൻ്റെയും ഡിഗ്നിറ്റി അള്ളാഹു കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മൾ കുമ്പസരിക്കുക ആരോട്? അള്ളാഹു ജല്ല ജലാലുവിനോട്. ഒരു ഉസ്താദിനോട്, ഒരു തങ്ങളോടും ആരോടും പോയിട്ട് ഞാൻ എന്നെ തെറ്റ് ചെയ്തു, തെറ്റിൻ്റെ വിശദീകരണം കൊടുക്കാൻ പാടില്ല.
മസ്അല അറിയേണ്ടതുണ്ട്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നാ പറയാം. എന്നല്ലാതെ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു ഇങ്ങനെ എന്നോടൊക്കെ സംസാരിക്കാൻ പറയിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അത് പുറത്തു തരും, നിങ്ങൾ വിഷയം പറയും, വേറെ എന്താ വിഷയം ചെയ്യും. കാരണം അത് ഡീറ്റെയിൽസ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന്? ഫസ്തതിറു ഇദാ ബുലീതും ബിൽ മആസി, തെറ്റുകളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ ഫസ്തതിറു, നിങ്ങളത് സ്വകാര്യമായിട്ട് വെക്കണം. അത് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയതാണ്. ഫസ്തതിറു, സിത്ർ പാലിക്കണം, നിങ്ങൾ മറ പാലിക്കണം. നിങ്ങളൊരിക്കലും പബ്ലിസൈസ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ചെയ്ത തെറ്റിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് പബ്ലിസൈസ് ചെയ്യുന്നത് വേറൊരു തെറ്റാണ്. ചെയ്ത തെറ്റിനേക്കാളും ഗുരുതരമാണ് മുജാഹറത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്, എൻ്റെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ. മുജാഹിരീൻ, ജഹർ, മുജാഹിരീങ്ങൾക്കൊഴികെ. ഇപ്പൊ പറഞ്ഞു, തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ നബിയെ മുജാഹിറൂൻ? ഇപ്പൊ പറഞ്ഞു, അവർ തെറ്റ് ചെയ്തത് അള്ളാഹു ആരെയും അറിയിക്കാതെ മറച്ചു വെച്ചിരുന്നു, പക്ഷേ അവരായിട്ടത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ നീ തെറ്റ് ചെയ്തടാ എന്ന് പറയുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്താൽ പുറത്തു കൊടുക്കൂട്ടോ? തൗബ ചെയ്യാതെ തന്നെ അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. ആ ഒരു മാപ്പ് ഇത്തരക്കാർക്കൊന്നും ലഭിക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ പാപങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റ് നിങ്ങളിൽ സംഭവിച്ചു പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു ബലായിൽ നിങ്ങൾ പെട്ടുപോയാൽ ഫസ്തതിറു, നിങ്ങൾ മറപിടിക്കണം. ആ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ ആരെയും പറഞ്ഞറിയിക്കരുത്. ആ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയരുത്. ഇസ്ലാമിൽ കുമ്പസാരമില്ല, ആരോടും കുമ്പസരിക്കേണ്ടതില്ല. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഓരോ മനുഷ്യൻ്റെയും ഡിഗ്നിറ്റി അള്ളാഹു കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മൾ കുമ്പസരിക്കുക ആരോട്? അള്ളാഹു ജല്ല ജലാലുവിനോട്. ഒരു ഉസ്താദിനോട്, ഒരു തങ്ങളോടും ആരോടും പോയിട്ട് ഞാൻ എന്നെ തെറ്റ് ചെയ്തു, തെറ്റിൻ്റെ വിശദീകരണം കൊടുക്കാൻ പാടില്ല. മസ്അല അറിയേണ്ടതുണ്ട്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്നാ പറയാം. എന്നല്ലാതെ ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തു ഇങ്ങനെ എന്നോടൊക്കെ സംസാരിക്കാൻ പറയിക്കോട്ടെ, എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അത് പുറത്തു തരും, നിങ്ങൾ വിഷയം പറയും, വേറെ എന്താ വിഷയം ചെയ്യും. കാരണം അത് ഡീറ്റെയിൽസ് നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തിന്? ഫസ്തതിറു ഇദാ ബുലീതും ബിൽ മആസി, തെറ്റുകളെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടാൽ ഫസ്തതിറു, നിങ്ങളത് സ്വകാര്യമായിട്ട് വെക്കണം. അത് തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ പെട്ടുപോയതാണ്. ഫസ്തതിറു, സിത്ർ പാലിക്കണം, നിങ്ങൾ മറ പാലിക്കണം. നിങ്ങളൊരിക്കലും പബ്ലിസൈസ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ചെയ്ത തെറ്റിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അത് പബ്ലിസൈസ് ചെയ്യുന്നത് വേറൊരു തെറ്റാണ്. ചെയ്ത തെറ്റിനേക്കാളും ഗുരുതരമാണ് മുജാഹറത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസുണ്ട്, എൻ്റെ ഉമ്മത്തികൾക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ. മുജാഹിരീൻ, ജഹർ, മുജാഹിരീങ്ങൾക്കൊഴികെ. ഇപ്പൊ പറഞ്ഞു, തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാ നബിയെ മുജാഹിറൂൻ? ഇപ്പൊ പറഞ്ഞു, അവർ തെറ്റ് ചെയ്തത് അള്ളാഹു ആരെയും അറിയിക്കാതെ മറച്ചു വെച്ചിരുന്നു, പക്ഷേ അവരായിട്ടത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, കൂട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇന്നലെ നീ തെറ്റ് ചെയ്തടാ എന്ന് പറയുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. തൗബ ചെയ്താൽ പുറത്തു കൊടുക്കൂട്ടോ? തൗബ ചെയ്യാതെ തന്നെ അല്ലാഹു മാപ്പ് ചെയ്യുന്നവനാണ്. ആ ഒരു മാപ്പ് ഇത്തരക്കാർക്കൊന്നും ലഭിക്കൂല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ പാപങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റ് നിങ്ങളിൽ സംഭവിച്ചു പോകുന്നുണ്ട്, അങ്ങനത്തെ ഒരു ബലായിൽ നിങ്ങൾ പെട്ടുപോയാൽ ഫസ്തതിറു, നിങ്ങൾ മറപിടിക്കണം. ആ തെറ്റ് നിങ്ങൾ എന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കരുത്, അല്ലെങ്കിൽ ആരെയും പറഞ്ഞറിയിക്കരുത്. ആ തെറ്റ് നിങ്ങൾ വിളിച്ചു പറയരുത്. ഇസ്ലാമിൽ കുമ്പസാരമില്ല, ആരോടും കുമ്പസരിക്കേണ്ടതില്ല. നമ്മുടെ ദീനിൻ്റെ ഏറ്റവും വലിയ മഹത്വം അതാണ്. ഓരോ മനുഷ്യൻ്റെയും ഡിഗ്നിറ്റി അള്ളാഹു കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മൾ കുമ്പസരിക്കുക ആരോട്? അള്ളാഹു ജല്ല ജലാലുവിനോട്. ഒരു ഉസ്താദിനോട്, ഒരു തങ്ങളോടും ആരോടും പോയിട്ട് ഞാൻ എന്നെ തെറ്റ് ചെയ്തു, തെറ്റിൻ്റെ വിശദീകരണം കൊടുക്കാൻ പാടില്ല. മസ്അല അറിയേണ്ടതുണ്ട്, ഇന്ന കാര്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്